ശബരിമല കേസ് വീണ്ടും അടുത്ത ട്വിസ്റ്റിലേക്ക് പോകുന്നു. ഇന്ന് വീണ്ടും ശബരിമല കേസ് നാളെ മുതൽ വീണ്ടും സജീവമാവുകയാണ്. കാരണം ശബരിമലയുടെ കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ കൃത്യമായി ചോദ്യം ചെയ്യാതിരുന്നത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് കഴിഞ്ഞു. ഇന്ന് മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നാളെ എന്താ സംഭവിക്കുന്നറിയില്ല. നാളെ മുതൽ ഇതിനകത്തുള്ള കൃത്യമായി വീണ്ടും SIT പ്രവർത്തിച്ച് തുടങ്ങും. രണ്ട് കാരണങ്ങൾ SITക്ക് ഉണ്ട്. പഴയ SIT അല്ല, ഇപ്പോഴത്തെ SIT. ED രംഗത്ത് വന്നിട്ടുണ്ട്. അവർ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനാവശ്യമായ അതായത് SIT ശേഖരിച്ച വിവരങ്ങൾ മുഴുവൻ EDക്ക് കൈമാറണം, FIRൻ്റെ കോപ്പി ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ അവരത് ഹൈക്കോടതി പോയതാണ് ED നേരത്തെ. അപ്പോൾ ഹൈക്കോടതി അനുവദിച്ചില്ല, റാന്നി മജിസ്ട്രേറ്റ് കോടതി പോകാൻ പറഞ്ഞു. അങ്ങനെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ആ വിവരങ്ങൾ കിട്ടിയാൽ ED വെറുതെ ഇരിക്കത്തില്ല. അവർ ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും വാസവനിലേക്കും പ്രശാന്തിലേക്കും മുഖ്യമന്ത്രിയിലേക്കും ഒക്കെ അവർ നീങ്ങിയാലും അത്ഭുതമില്ല. അങ്ങനെ അവർ നീങ്ങിയാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഹൈക്കോടതി ആ ഹർജിയിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഹർജി കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ വാദം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ. എന്നിട്ട് ജനുവരി അതിന് സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 16-ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഹർജി കോടതി എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CBIക്ക് വിടണം ഈ കേസ്. കാരണം വിവിധ സ്റ്റേറ്റുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകയും തുടങ്ങിയ 3-4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് CBI വേണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഡിമാൻഡ്. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യേണ്ടത് CAG, ഇന്ത്യൻ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന വളരെ ഇന്ത്യയിലെ സ്വതന്ത്രമായ അതൊരു ഭരണഘടനാ സ്ഥാപനം പോലാണ്, വളരെ സ്വതന്ത്രമായ സ്ഥാപനമാണ്. അവരുടെ ഓഡിറ്റ് ആവശ്യമുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ കോടതിയിൽ വീണ്ടും ജനുവരിയിൽ പുതുവർഷത്തിലും അയ്യപ്പൻ്റെ അക്കൗണ്ട് തുറന്നു തന്നെ ഇരിക്കും. വലിയ ചർച്ചകളും കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം നീണ്ടുപോകാനും അതിനെ നിലനിർത്താനും പ്രതിപക്ഷവും BJPയും ശക്തമായി ശ്രമിക്കും. ആ സമയത്ത് ഇത് ഉള്ളവരെങ്കിൽ ഉള്ള പരുക്കുകൾ ഇല്ലാതാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ CPMും ആവിഷ്കരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ്യിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം മെയ്യിൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു കാലത്താണ് നമ്മൾ പുതിയ വർഷത്തിൽ നിൽക്കുന്നത്. ഡിസംബർ ആവശ്യം ഭാഗ്യൻ്റായി തീരാൻ പോവുകയാണ്. ആ നിൽക്കുന്ന പുതിയ വർഷത്തിൽ ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് വരിക എന്നറിയില്ല. എന്തായാലും SITക്ക് വലിയ സമ്മർദ്ദമാണുള്ളത്. SIT ആരെയൊക്കെ ഇനി അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ആ സമ്മർദ്ദം വരുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഹർജിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഒരു 1000 കോടി രൂപയുടെ കള്ളക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത്, സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം കോടതിയിൽ തെളിവ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. SITക്ക്, കോടതിക്കല്ല, SITക്ക് തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. തനിക്ക് തെളിവ് തന്ന ആള് രഹസ്യമായി SITക്ക് തെളിവ് കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും ചക്ക കുഴയും പോലെ കുഴഞ്ഞു മറിഞ്ഞ് തന്നെയാണ്, വളരെ സങ്കീർണമായ രീതിയിൽ തന്നെയാണ് ശബരിമല കേസും മുന്നോട്ട് നീങ്ങുന്നത്.